നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ തിരൂർ തവനൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു. സോ ഡയമണ്ട് പുതിയ ഷോറൂം ലുലു മാളിൽ പ്രവർത്തനം തുടങ്ങി. നികുതി അടയ്ക്കാൻ കഴിയാതെ തലക്കാട് പഞ്ചായത്തിൽ ഒരു പറ്റം കുടുംബങ്ങൾ. MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾക്കായി അഡോള സെന്റ് സ്പിയർ എഡ്യൂക്കേറ്റേഴ്സ് ലീഡർഷിപ്പ് പദ്ധതി. അനുഷ്ഠാന കലയായ കളംപാട്ടിനെ പരിചയപ്പെട്ട് തിരൂർ കുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ. വിശദമായ വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ തിരൂർ തവനൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വെട്ടം CHSEയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ CITU തിരൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ശൈലി ആപ്പ് സർവേ ചെയ്യാൻ ഇന്റർനെറ്റ്, സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായങ്ങൾ നൽകുക. സർവേ ആളൊന്നിന് 20 രൂപ ഇന്റൻസീവ് അനുവദിക്കുക. ഹോണറേറിയം 15,000 നൽകുക. ഫെസ്റ്റിവൽ അലവൻസ് 5,000 രൂപയാക്കുക. പെൻഷൻ പ്രായം 65 ആക്കുക. സർവീസിൽ നിന്നും പിരിയുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക. പെൻഷൻ പ്രതിമാസം 5,000 രൂപ നൽകുക തുടങ്ങി വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ തിരൂർ തവനൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വെട്ടം CHSEയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പണികളും അവര് മേലുദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന പണികളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവണത. അത് കൂടാതെ പഞ്ചായത്തുകള്, ബ്ലോക്കുകള് ഇവര് പറയുന്ന പണികൾ മുഴുവനും പിന്നെ ഇവര് ഓരോ ആളുകളെ കൂട്ടാനുള്ള ഓരോരോ പണികളും പിന്നെ ചെന്നിരുന്നിട്ട് ആളുകളെ കൂട്ടാനുള്ളതൊക്കെ ഞങ്ങളെയാണ് വിളിക്കുന്നത്. ആശാവർക്കർമാർ ഇവര് പറഞ്ഞാൽ വരുമല്ലോ. പിന്നെ അവര് എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ആളുകളാണ്. ധർണ CITU തിരൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ തിരൂർ ഏരിയ സെക്രട്ടറി ഷൈനി മോഹൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത വെട്ടം, തവനൂർ ഏരിയ സെക്രട്ടറി സരിത എന്നിവർ അഭിവാദ്യം ചെയ്തു. അജിത പരിയാപുരത്ത് സ്വാഗതവും രാധ തലക്കാട് നന്ദിയും പറഞ്ഞു. സുനന്ദ, ഉഷ, സാബിറ, സുഭദ്ര, ദേവയാനി എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MI ഇർഷാന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഉന്നതരായ പോലീസ് ഓഫീസർമാർക്കെതിരെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ കുറ്റക്കാരായ മുഴുവൻ പോലീസ് ഓഫീസർമാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പീഡനവീരന്മാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് സ്ത്രീരോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ അധ്യക്ഷ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ, സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി ജാസ്മിൻ, അഭിവാദ്യമർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന SDPയുടെ ജനറൽ സെക്രട്ടറി സാദിഖ് സാഹിബ്, മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, കർമ്മധീരരായ ഈ സായാഹ്നത്തിലും ഈ കടുത്ത ചൂടിലും മക്കളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്തും വളരെ ആർജവത്തോടുകൂടി നമ്മുടെ അവകാശം നേടിയെടുക്കാൻ ഈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്ന എന്റെ
കർമ്മധീരരായ സഹോദരിമാരെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തിരിച്ച ഈ പരിപാടി ഏറ്റവും വിജയത്തിലാണ്. കാരണം ഇത്രയും സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നടുറോട്ടില് ഇങ്ങനെയൊരു പരിപാടി, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വിനോദ് സാറ്, മഹാനായ പോലീസ് മേധാവി, രാത്രികാലത്ത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് വീട്ടമ്മയോട് ഒറ്റക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒറ്റക്ക് സംസാരിക്കാൻ മുറിയിലേക്ക് കയറി അവരെ വലിച്ചഴിച്ച് ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. പിന്നീട് വിനോദിന്റെ പരാതിയുമായി ഡിവൈഎസ്പിയെ സന്ദർശിക്കുന്നു. വിവി ബെന്നിയെ മ്ലേച്ഛമായ രൂപത്തിലുള്ള ആക്ഷേപമാണ് ആ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അവര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, വിനോദ് സാറിന് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തപ്പോൾ തേഞ്ഞു പോവോ എന്ന അശ്ലീലതയുടെ വളരെ മേച്ഛമായ രൂപത്തിലുള്ള ചോദ്യം ചോദിച്ച് അവർ തകർക്കുകയാണ് ചെയ്തത്. അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ബലാത്കാരം നടത്തുകയും ചെയ്തപ്പോൾ അവർ പ്രതികരിച്ചു. അതിനെ തുടർന്ന് അവർ SP സുജിത് ദാസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇന്ന് കേരളം അറിയപ്പെടുന്ന ഒരാള്, ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും പറയണ്ട അല്ലെ, സുജിത് ദാസ്. ഇങ്ങനെ സുജിത് ദാസിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞു അയാള് അവരെ ഉപയോഗപ്പെടുത്തുന്നു. പല തവണയായി അവരെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ച് കയറ്റുകയും പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി IM ഇർഷാന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ അഡ്രിക്കോട്, ജില്ലാ സെക്രട്ടറി ആരിഫ വേങ്ങര എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി KRTC പരിസരത്ത് സമാപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആസിയ തിരൂരങ്ങാടി, റെജീന പൊന്നാനി, അഷിത തിരൂർ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് മലപ്പുറം. കോഴിക്കോട് പുതുതായി പ്രവർത്തനം തുടങ്ങിയ ലുലു മാളിൽ സോ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചു. സോ ഡയമണ്ട് പുതിയ ഷോറൂം ലുലു മാളിൽ പ്രവർത്തനം തുടങ്ങി. സയ്യിദ് നഹീം അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന നടത്തി. ചടങ്ങിൽ സോ ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ആനഡിയൻ അബ്ദുൽ ഗഫൂർ, ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ, ആനഡിയൻ മരക്കാർ ഹാജി, T സുലൈമാൻ, പനങ്ങായി സറഫു, ജസീം പുക്ലശ്ശേരി, CEO അദ്നാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ 300 ഔട്ട്ലെറ്റുകളും 10 എക്സ്ക്ലൂസീവ് ഷോറൂമുകളുമായി പ്രശസ്ത നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഇന്ത്യയിലും വിദേശത്തുമായി 10 പുതിയ ഷോറൂം ഉടൻ ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വെട്ടം. നികുതി അടയ്ക്കാൻ കഴിയാതെ തലക്കാട് പഞ്ചായത്തിൽ ഒരുപറ്റം കുടുംബങ്ങൾ. കഴിഞ്ഞ വർഷം വരെ നികുതി സ്വീകരിച്ച റവന്യൂ അധികൃതർ ഇപ്പോൾ കൈമലർത്തുന്നതാണ് കുടുംബങ്ങളെ കുഴക്കുന്നത്. ഇതുമൂലം ജീവിതം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന അവസ്ഥയിൽ കണ്ണീരിലായിരിക്കുകയാണ് തലക്കാട് കാരയിൽ വാർഡിൽ ഒട്ടേറെ കുടുംബങ്ങൾ. കൈവശമുള്ള ഭൂമി എനിമി പ്രോപ്പർട്ടി ഗണത്തിൽപ്പെട്ട വസ്തുവായതാണ് ഇവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. 4 സെന്റ് ഭൂമിയുള്ളവർ മുതൽ ഈ നിൽക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരും അന്നന്നത്തെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാർ. ഞാൻ തലക്കാട് പഞ്ചായത്തിലെ 3-ാം വാർഡിലെ മെമ്പറാണ്. ഞാനിപ്പോൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത് ഇവിടെ നമ്മളെ ഈ വാർഡിൽ ഒരു 10-35 കുടുംബങ്ങളുടെ ഒരു പ്രശ്നവുമായിട്ടാണ്. കാരണം അവർക്ക് ഭൂമി നികുതി അടക്കാൻ വേണ്ടി ചെന്നപ്പോൾ 2023 വരെ അവർ അടച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ അവർ പറയണത് എന്താണ്, ഇത് എനിമി പ്രോപ്പർട്ടിയാണ്, ഇത് നികുതി അടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ 5 സെൻറ്റ് 8 സെൻറ്റൊക്കെ ഉള്ള ആളുകളാണ്. അവരാകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. കാരണം ഇതിനൊരു പരിഹാരം ഉടനെ എന്തായാലും കാണണം. കാരണം ഞങ്ങൾ ഇത് വില്ലേജ് ഓഫീസറോട് ചോദിച്ചപ്പോൾ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ്, തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ഇത് കളക്ടറേറ്റിലാണ് പോകേണ്ടത് എന്നുള്ള വിവരം കിട്ടി. അങ്ങനെ അവിടെ പോയി അവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഏതായാലും അടുത്ത് ശരിയാവുന്നൊക്കെ അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഇവർക്കൊന്നും യാതൊരു വളരെ വിഷമത്തിലാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇതിന് ഉടനെ പരിഹാരം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അവർ പറയും.
സ്വന്തമായി ഒരു കൂരയെന്ന സ്വപ്നത്തിൽ ഭൂമി വാങ്ങി വീട് വെച്ചവർ 2.5 പതിറ്റാണ്ടായി വാടക വീട്ടിൽ താമസിക്കുന്ന എടപ്പാൾ സ്വദേശി അനിൽ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വീട് വാങ്ങിയത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് വീട് നിർമ്മിച്ച ഈ യുവാവ് ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. പ്രദേശത്തെ ആദ്യ താമസക്കാരിയായ കാർത്യായനി അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചെങ്കിലും തുടർ നടപടികൾക്ക് നികുതി ചീട്ട് ആവശ്യമായതോടെ കോട്ടത്തറ ഹമീദ് അധികൃതരുടെ ദയ കാത്തിരിക്കുകയാണ്. എനിമി പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ് തങ്ങളുടെ സ്ഥലമെന്നറിയാതെ ഭൂമി വാങ്ങിയവരാണ് എല്ലാവരും. പലരും നിയമപരമായ പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയാണ് ഭൂമി വാങ്ങിയിരുന്നത്. അപ്പോഴൊന്നും ചൂണ്ടിക്കാണിക്കപ്പെടാതിരുന്ന നൂലാമാലയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. കുരുക്കഴിക്കാൻ വില്ലേജ് തലം മുതലുള്ള സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി വലയുകയാണ് ഈ കുടുംബങ്ങൾ. വെട്ട ന്യൂസ്, തലക്കാട്. MES സെൻട്രൽ സ്കൂൾ തിരൂരിലെ വിദ്യാർത്ഥികൾക്കായി അഡോളസെന്റ് പിയർ എഡ്യൂക്കേറ്റേഴ്സ് ലീഡർഷിപ്പ് പദ്ധതി മോട്ടിവേഷണൽ സ്പീക്കറും മൈവേഴ്സിറ്റി സ്കൂളിന്റെ സിഇഒയുമായ റിസിൽ ഹാക്ക് ഉദ്ഘാടനം ചെയ്തു. തിരൂർ പ്രിൻസിപ്പൽ മധുസൂദനൻ VP അധ്യക്ഷത വഹിച്ചു. ബലഹീനതകളേക്കാൾ വ്യക്തിത്വത്തിലെ ശക്തികൾ കേന്ദ്രീകരിച്ച് സാമൂഹികവും മാനസികവുമായ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം, വൈകാരിക ബുദ്ധി എന്നിവ വികസിപ്പിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തി നന്നാവുക മാത്രം പോരാ, അതുവഴി സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് തന്റെ മുഖ്യപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഈ 3000 കുട്ടികളിലേക്ക് ഒരു പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറയുന്ന മഹത്തായ ആശയം ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾ തുടക്കം കുറിക്കുന്ന അഡോളസെന്റ് പിയർ എഡ്യൂക്കേറ്റേഴ്സ് ലീഡർഷിപ്പ് ഇൻ ലൈഫ് സ്കിൽസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് പ്രോഗ്രാം. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP അധ്യക്ഷ പ്രസംഗത്തിൽ ജീവിതത്തിന്റെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും ഫലപ്രദമായി നേരിടാൻ ഇത്തരം പദ്ധതികൾ വിദ്യാർത്ഥികൾക്ക് സഹായകമാകുമെന്ന് ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ സ്കൂൾ അധ്യാപകൻ അഫ്സൽ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT, ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപകൻ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂളിലെ കൗൺസിലിംഗ് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷാലിമ, റമീഷ തുടങ്ങിയ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. സ്കൂൾ വിദ്യാർത്ഥി നിയ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. വസിയ, വഫ, നജ, ഷാഹിൽ, ഫായിസ്, ഫർസിൻ, റിസിൻഹക് തുടങ്ങിയ വിദ്യാർത്ഥികളുടെ നേതൃത്വ പാഠവം പരിപാടിയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. വെട്ട ന്യൂസ്, തിരൂർ. അനുഷ്ഠാന കലയായ കളംപാട്ടിനെ പരിചയപ്പെട്ട് തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾ. അന്യമായി കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കോളേജിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവും കളംപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസനാണ് ശില്പശാല നയിച്ചത്. കളംപാട്ടിന്റെ ചടങ്ങുകളും ഐതിഹ്യങ്ങളും, കളമെഴുതുന്ന രീതിയും കളമെഴുത്തിന്റെ പൊടികളുടെ നിർമ്മാണ രീതികളും ലോഹസങ്കല്പങ്ങളും വ്യക്തമാക്കുന്ന സ്വതോഹരണ പ്രഭാഷണവും നാദതന്ത്രിണി ഉപയോഗിച്ചുള്ള കളംപാട്ടും കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി. ശ്രീനിവാസന്റെ 228ാമത്തെ കളംപാട്ട് ശില്പശാലയാണ് കോളേജിൽ നടന്നത്. പ്രിൻസിപ്പൽ ഡോക്ടർ അജിത്ത് MS ഉദ്ഘാടനം ചെയ്തു. മലയാള വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സ്റ്റാലിൻ ദാസ്, ഡോക്ടർ നിമ്മി AP, ദയാനന്ദൻ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ്, പറവണ്ണ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.